നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കുന്ന എസൻഷ്യൽ ഓയിലാണ്. അപ്പോൾ എസൻഷ്യൽ ഓയിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് വരും. നമുക്കിത് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഗ്രാമ്പൂ, അതുപോലെ നാരങ്ങ, കറുവപ്പട്ട, പിന്നെ നമ്മുടെ സാധാരണ മസാലയിലൊക്കെ കാണുന്ന ആ ഒരു സ്റ്റാർ ഷേപ്പിലുള്ള സംഭവം ഉണ്ടല്ലോ, അനിസീഡ് സംതിങ് ആണ് അതിന് പറയുന്നത്. അപ്പോൾ അത് എല്ലാം എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് അരോമാറ്റിക് ആയിട്ട് കിട്ടാനായിട്ട്, കുറച്ച് സ്മെല്ല് കിട്ടാനായിട്ടാട്ടോ ഈ ഒരു ഗ്രാമ്പൂ സ്പൈസസ് ഒക്കെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എസൻഷ്യൽ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഒലീവ് ഓയിലാണ് കേട്ടോ. ഇത്തരത്തിൽ അരോമാറ്റിക് ആയിട്ടുള്ള പ്ലാന്റ് ഓയിൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ പറയുന്ന കേട്ടോ, എന്തിനൊക്കെയാണ് ഈ ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ എസൻഷ്യൽ ഓയിലിൻ്റെ ശരിക്കുള്ള യൂസസ് എന്തൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് എസൻഷ്യൽ ഓയിൽ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ എടുക്കാം. പാനിൽ ഒരു 1/4 ഭാഗം വെള്ളം എടുക്കുക. അത്യാവശ്യം നമുക്കത് വെക്കാനുള്ള ഒരു അത്രയും വെള്ളം മതി. അപ്പോൾ അത് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. നന്നായിട്ട് സ്റ്റീം ചെയ്തോട്ടെ, നന്നായിട്ട് തിളച്ച് വന്നോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഈ ഒരു അലുമിനിയം ബൗള് അല്ലെങ്കിൽ സ്റ്റീൽ ബൗളോ എന്തെങ്കിലും എടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഇപ്പം നമ്മൾ എടുത്തു വെച്ച ആ ഒരു നാരങ്ങയൊക്കെ മുറിച്ചിടുക. പിന്നെ അത്യാവശ്യം നമുക്ക് എത്ര ഓയിലാണ് നമ്മുടെ കയ്യിലുള്ളത് അതിനനുസരിച്ചിട്ട് നമ്മുടെ സ്പൈസസ് എല്ലാം, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം അതിനകത്തേക്ക് എടുത്തിടുക. ഈ ഒരു ഓയിൽ സ്കിന്നിനൊക്കെ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിന്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയതിന് ശേഷം അത് എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഓയിലിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഈ സ്പൈസസും ഈ ലെമണും എല്ലാം ഉള്ള ആ ഒരു ബൗള് നമ്മൾ അതിനകത്തേക്ക് കുറച്ച്, ഇപ്പം നമ്മൾ ആദ്യമേ എടുത്തു വെച്ചിരുന്ന ഒലീവ് ഓയിൽ, നമുക്ക് എന്തോരം ക്വാണ്ടിറ്റി വേണം അത്രയും ഒലീവ് ഓയിൽ ഈ ഒരു സ്പൈസസ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം ഇതിനകത്തേക്ക് ഓയിൽ ഒഴിക്കാനായിട്ട്. എന്നാലേ നമുക്ക് ആ ഒരു എക്സ്ട്രാക്റ്റ് മുഴുവൻ അതിനകത്തേക്ക് കിട്ടുള്ളൂ. ശരിക്കും ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് അത്രയും കുറച്ച് മതി. നമ്മൾ എന്തൊരു ഓയിൽ അതിനകത്തേക്ക് യൂസ് ചെയ്യുന്നോ അത്രയും സ്പൈസസ് മതി. അത് ആ ഓയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള സ്പൈസസ് മതി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് ഓയിൽ ഒഴിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നന്നായിട്ട് അത്രയും ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഓയിൽ ഫുൾ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ വേറെ ഏതെങ്കിലും ഓയിൽ അതിനകത്തേക്ക് ആഡ് ചെയ്യാമോ എന്ന് എനിക്കറിയില്ല. ഇൻ കേസ് കോക്കനട്ട് ഓയിലൊക്കെ യൂസ് ചെയ്യായിരിക്കും, പക്ഷേ കുറച്ചും കൂടെ നല്ലത് ആ ഒരു ഓയിലിൻ്റെ ബെനിഫിറ്റ് നന്നായിട്ട് കിട്ടാൻ നല്ലത് ഒലിവ് ഓയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ ഈ ഓയിൽ ചെറുതായിട്ടൊന്ന് തിളയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചെറിയ ചെറിയ തിളകൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ എക്സ്ട്രാക്റ്റ് അതിനകത്തേക്ക് എക്സ്ട്രാക്റ്റ് ആയി വരുന്നതാണ് ആ കാണുന്നത്. ശരിക്കും ചെറുതായിട്ട് തിളച്ച് വരും. അപ്പോൾ നന്നായിട്ട് അത് സ്റ്റീം ആയി കഴിയുമ്പോഴേക്കുമാണ് നമ്മളത് ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് എന്താണ് അരോമാറ്റിക് ഓയിൽ അല്ലെങ്കിൽ എസൻഷ്യൽ ഓയിൽ എന്നും കൂടെ പറയാം കേട്ടോ. നമ്മളിത് വെച്ചൊരു 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ തിളച്ച് വന്നപ്പോഴേക്കും ആ ഒരു ഉള്ളിലെ നമ്മൾ വാട്ടർ തിളച്ച് വന്നപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ ആ ഓയിലും തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ആ സ്റ്റീമായി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അതിനകത്ത് ആ സ്പൈസസിൻ്റെ കളറ് നന്നായിട്ട് മാറി വരും. അപ്പോഴാണ് ശരിക്കും നമ്മളത് ആ ഒരു പ്രോസസ്സ് നിൽക്കുക കേട്ടോ. ആ സ്പൈസസിൻ്റെ കളറ് നന്നായിട്ട് ചേഞ്ചായി ഒരു വേറൊരു ആ ഒരു എന്താ പറയുക, നമ്മുടെ ആ ഓയിലിൻ്റെ അതേ ആ ഒരു കളറിലേക്ക് മാറി സ്പൈസസും അതിൻ്റെ ആ ഒരു സ്പൈസസ് അത് എക്സ്ട്രാക്റ്റഡ് ആയി ആ കളർ ചേഞ്ച് വരുമ്പോഴാണ് ശരിക്കും നമ്മളിത് ഓഫ് ചെയ്യേണ്ടത്. ആ ഒരു ഓയിൽ നന്നായിട്ട് തിളച്ചും വരും, അതുപോലെ സ്പൈസസിൻ്റെ കളറും നന്നായിട്ട് മാറി വരും. ആ സമയത്ത് നമ്മളത് ഓഫ് ചെയ്യുക. അപ്പോൾ ഈ അരോമാറ്റിക് ഓയിൽസിൻ്റെ യൂസസ് എന്താണെന്ന് പലർക്കും അറിയില്ല. നമ്മൾ സിംപ്ലി ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അരോമാറ്റിക് ഓയിൽസിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ പുൽത്തൈലമൊക്കെ ഇല്ലേ, ലെമൺ ഗ്രാസ് ഓയിൽ, പിന്നെ യൂക്കാലിപ്സ് ഓയിൽ, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട്. അപ്പോൾ കോമൺലി സാധാരണ ആൾക്കാർ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ കുറേ എസൻഷ്യൽ ഓയിൽസ് ആണ്. അത് ശരിക്കും നന്നായിട്ട് സ്മെല്ലിന് വേണ്ടിയിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂക്കാലിപ്സ് ഓയിലൊക്കെ നന്നായിട്ട് മെഡിസിനൽ യൂസസിന് വേണ്ടിയിട്ട്, നമുക്ക് തലവേദന അങ്ങനെയുള്ള ഒത്തിരി യൂസസിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയിരുന്ന ഈ ഒരു ഓയിൽ ശരിക്കും അതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് നന്നായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ നമ്മൾ സോപ്പ്, ക്യാൻഡിൽസ്, അതുപോലെ പെർഫ്യൂംസ്, ഇതിനൊക്കെ നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പൈസസ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന എസൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യാം. പിന്നെ എസൻഷ്യൽ ഓയിൽ എന്താണെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ കൂടി ഞാൻ പറഞ്ഞുതരാം.
അരോമാറ്റിക് പ്ലാന്റ് ഓയിൽസ് ആണ് എസെൻഷ്യൽ ഓയിൽ. അല്ലെങ്കിൽ ഈ എസെൻഷ്യൽ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള അരോമാറ്റിക് ഓയിൽസ് എന്ന് പറയാം. ഇത് ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഓയിലാണ്. ശരിക്കും നമ്മൾ എന്തൊക്കെ സ്പൈസസ് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്, അത്രയും ആ ഒരു സ്പൈസസിൻ്റെ എല്ലാ ക്വാളിറ്റിയും അല്ലെങ്കിൽ എല്ലാ ഗുണങ്ങളും ഉൾപ്പെടുന്ന ഓയിലാണിത്. അതുകൊണ്ട് തന്നെ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. എസെൻഷ്യൽ ഓയിൽ നാച്ചുറൽ ആയിട്ടുള്ള അരോമാറ്റിക് ഓയിൽസ് ആണ്. അപ്പോൾ ഇത് ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഓയിലുകളായിരിക്കും. അതായത് ഇത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് പ്ലാന്റ്സിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇലകൾ, പൂക്കൾ, മരക്കറകൾ, ഫ്രൂട്ട്സ്, സ്പൈസസ് അങ്ങനെയുള്ള പല ഭാഗങ്ങളിൽ നിന്നാണ്. സ്റ്റീം ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ കോൾഡ് പ്രസ്സിങ് അങ്ങനെ പലതരത്തിലുള്ള രീതികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് വേർതിരിച്ചെടുക്കുന്നത്. ഇത് ഒരു പർട്ടിക്കുലർ പാർട്ടിൻ്റെ എല്ലാ ഗുണങ്ങളും ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും ഉൾക്കൊള്ളുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഓയിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓയിൽസ് നമ്മൾ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അരോമാറ്റിക് ഓയിൽസിൻ്റെ ശരിക്കും ആ ഒരു നാച്ചുറൽ സ്മെല്ല് നമ്മൾ പെർഫ്യൂമിലും സോപ്പ്, ക്യാൻഡിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസിനും ഇത് ഉപയോഗിക്കാം. അത് പല സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പല ടൈപ്പ് എസെൻഷ്യൽ ഓയിലുണ്ട് കേട്ടോ. അപ്പോൾ ഓറഞ്ച് അല്ലെങ്കിൽ റോസ് ഓയിൽ അങ്ങനെയുള്ള ഓയിൽസൊക്കെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന എസെൻഷ്യൽ ഓയിൽ, അതായത് സ്പൈസസ് ഉപയോഗിച്ചിട്ടുള്ള എസെൻഷ്യൽ ഓയിൽ ശരിക്കും ഉപയോഗിക്കുന്നത് അരോമാറ്റിക് ആയിട്ടുള്ള യൂസസിന് വേണ്ടിയിട്ടാണ്. ഇത് ശരിക്കും റൂം ഫ്രഷനായിട്ട് ഒക്കെ ഉപയോഗിക്കാം. അതുപോലെ ഇതിൽ ലെമണിൻ്റെ എക്സ്ട്രാക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് സ്കിൻ കെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന എസെൻഷ്യൽ ഓയിൽ നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്കൊരു ഗ്ലാസിൻ്റെ ജാറിലിട്ട് വെക്കാം. അപ്പോൾ അതിൻ്റെ മുഴുവനായിട്ടുള്ള ആ ഒരു സ്പൈസസും എല്ലാം കൂടി ഇട്ട് വെക്കാം കേട്ടോ. അത് വേറെ സെപ്പറേറ്റ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് അതിനകത്ത് കുറച്ച് ദിവസം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്മെല്ലും എല്ലാം നമുക്ക് അതിനകത്ത് തന്നെ നിൽക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്കത് ബാക്കിയുള്ളത് എക്സ്ട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ അരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അരിച്ചെടുത്ത് യൂസ് ചെയ്യാം. മാത്രമല്ല കടയിൽ നിന്ന് മേടിക്കുന്ന എസെൻഷ്യൽ ഓയിൽ പോലെ തന്നെ നമുക്കിത് പുറത്ത് വെച്ച് തന്നെ യൂസ് ചെയ്യാം. നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പുറത്ത് വെച്ച് തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. കേടാവുമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ റൂമൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ ടൈലൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ എടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഡ്രോപ്പ് ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വെച്ച് കുറേ ദിവസം വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിൽ ആ ഒരു അതിനകത്ത് ഓൾറെഡി ഉള്ള സ്പൈസസ്, അതിനകത്ത് കിടക്കുന്ന സ്പൈസസ് തന്നെ നന്നായിട്ട് നല്ല സ്മെല്ല്, നല്ല ഫ്രാഗ്രൻസ് വരുന്നതായിരിക്കും. അപ്പോൾ അതിന് ശേഷം നമ്മൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇതൊന്ന് അരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതുവരെ അതിൻ്റെ ആ ഒരു കണ്ടൻറ്റ് ഫുൾ അതിനകത്ത് കുറച്ചും കൂടെ നല്ല ഡീപ്പായിട്ട് ആ ഒരു ഫ്രാഗ്രൻസ് കിട്ടാനായിട്ടും അതിൻ്റെ ആ ഒരു ഗുണങ്ങൾ കിട്ടാനായിട്ടും അതിൽ തന്നെ കിടന്നോട്ടെ. അപ്പോൾ നമ്മളിത് കണ്ടെയ്നറിലോ ബോട്ടിലോ ഏതിലാന്ന് വെച്ചാൽ വെക്കുമ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് യൂസ് ചെയ്യുക എപ്പോഴും.